ഹലോ വ്യൂവേഴ്സ്, ഞാനും ഐഷുവും എവിടെ ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ 3rd ഫ്ലോറിലാണ് കൊച്ചിയിലുള്ള 3rd ഫ്ലോറിലാണ്. അതിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി, അതിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് വെസ്റ്റേൺസ് ആണ്. ഞങ്ങള് രണ്ടുപേരും ഇതിനകത്തുള്ള ഓരോന്ന് എടുത്ത് വേറെ ചെയ്തിട്ടാണ് നിന്നത്. ഞാൻ ലോങ് മാക്സി ഡ്രസ് പോലത്തെ സ്ലീവ്ലെസ് ടോപ്പും അതിനകത്ത് വന്നിരിക്കുന്ന സെയിം ഫാബ്രിക്കിന്റെ ഒരു ജാക്കറ്റും ആയിട്ടാണ്. ഐഷു ഇവിടുത്തെ ഒരു ഡെനിം മീഡിയം അതിന് പറ്റുന്ന ഒരു ക്രോപ്പ് ആയിട്ട് ഐഷു വെയർ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തല്ലേ. ഐഷുവിനെ പോലെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇനി നിങ്ങളുടെ ടീൻസ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ സ്റ്റൈലിംഗ് ചെയ്യാം. ഇതൊരു പാർട്ടി വെയർ അല്ലേ, ഒരു സെമി നമുക്ക് അത്യാവശ്യം പുറത്തോട്ടൊക്കെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ, കോളേജിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ അപ്പൊ ഐഷു ഇട്ടിരിക്കുന്ന മിഡി ഡെനിമിന്റെ ആണ്, ഇമ്പോർട്ടഡ് ആണ്. അതിനകത്തൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ മെയ്ഡിൽ അധികം അങ്ങോട്ട് ഇത് കണ്ടുവരത്തില്ല. ഇതിന്റെ പല ഷെയ്ഡ്സ് ഉണ്ടല്ലോ, ഐഷു ഒന്ന് കാണിച്ചു കൊടുത്തരും. പല ഷെയ്ഡ്സ് ഇവിടെ റെഡി സ്റ്റോറിൽ അവൈലബിൾ. ഞാൻ റൈറ്റ് നൗ ഞാൻ കാണിക്കുന്നത് ഈ ഹാ ഡിസൈൻസിന്റെ കൊച്ചിൻ ഷോറൂമിലെ കളക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ഇതിന്റെ പ്രൈസ് ഐഷു 1395 1395 ഡെനിം ഫാബ്രിക്. ബാക്കിൽ ഇതുപോലെ ഒരു കട്ട് വരുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് പൊതുവേ ഡെനിം ഫാബ്രിക് നമ്മളിപ്പം നോർമൽ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു കംഫർട്ടബിൾ കുറവായിരിക്കും, നടക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഇത് അങ്ങനെ ഇല്ല കേട്ടോ, ഭയങ്കര സ്ട്രെച്ചബിൾ. ആ ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയാണ്. ഇത് ബാങ്കോക്കിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ്, തായ്ലൻഡ് മെയ്ഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഐഷു എടുത്തത് ക്രോപ്പ് ടോപ്പ് കളക്ഷൻ എവിടെ നിന്നാണെന്ന് കാണിക്കാവോ? ഞാൻ ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടുന്ന് തന്നെ ഷർട്ടിന്റെ തന്നെ കൗണ്ടേഴ്സ് ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐഷു ഇട്ടത് തന്നെ വേണമെന്നില്ല. ഐഷുന്റെ മിഡിയുടെ കൂടെ ഈ വൈറ്റ് വേണം എന്നുള്ളവർക്ക് വൈറ്റ് പെയർ ചെയ്യാം. അതുപോലെ ഇതുപോലത്തെ വേണമെങ്കിൽ ഇതുപോലെ പെയർ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റൈലിംഗ് ചെയ്യാം. എന്തായാലും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനുള്ള ക്രോപ്പ് ടോപ്സ് വേറെ, മിഡി വേറെ. അതേപോലെ ഇത് കണ്ടോ, ഇതുപോലത്തെ ഇതിനെന്താ പറയാ, റഗ്ലാൻ സ്ലീവ്സ് വരുന്നത്. അത് തന്നെ റഗ്ലാൻ സ്ലീവ്സ് വരുന്ന ടൈപ്പ് കണ്ടോ. അപ്പൊ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈലിംഗ് ചെയ്യാൻ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഐഷുവിനോട് ക്രോപ്പ് ടോപ്സ് വരുന്നത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഈ ബ്ലൂ ആൻഡ് ഇത് സൂപ്പർ ആയിരിക്കും അല്ലേ, നല്ല ഭംഗി ഉണ്ടാവും. ഇത് ഇതേപോലെ വേണമെങ്കിൽ സ്റ്റൈലിംഗ് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല കുറച്ചുകൂടി ഇച്ചിരി കൂടി ലെങ്ത് ഉള്ള ടോപ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. കുറച്ചുകൂടെ ലെങ്തി ടോപ്സ് വേണമെങ്കിൽ അവൈലബിൾ. പിന്നെ ഞാൻ ഐഷുവിനോട് പറഞ്ഞു, ഐഷു നമ്മൾക്ക് കസ്റ്റമേഴ്സിന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ, ഐഷു ഒരു ഡിസൈനർ കൂടിയാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. ആള് ഡിസൈനർ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെയാണ്. അപ്പൊ ഐഷുന് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചെറിയ കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇത്, നീ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ ഈ ഡ്രസ്സ് മാറാൻ പോയ സമയത്ത് അവള് കുറെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊന്ന് കാണിച്ചു കൊടുത്തു എങ്ങനെയാന്നുള്ളത്. നമുക്ക് ഇവിടെ ഓൾറെഡി വൈറ്റ് ഷർട്ട്, ഇപ്പൊ ഇതുപോലെ സ്ട്രൈപ്സിന്റെ ഷർട്ട്സ് ഭയങ്കര ട്രെൻഡിങ്. ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു എന്താ പറയുക, ഒരു പിൻട്രസ്റ്റ് ഷർട്ട് ആയിട്ട് വരും. അപ്പൊ അതിന് കൂടെ തന്നെ പറ്റുന്നതാണ് ഇതുപോലത്തെ നമ്മുടെ കൊറിയൻ പാൻസ് വരുന്നത്. പിന്നെ പാച്ച് ഇതുപോലത്തെ ഷർട്ട്സ് വിത്ത് ട്രൗസേഴ്സ്. ഇപ്പൊ ഇതുപോലത്തെ ഇതൊരു വേണമെങ്കിൽ ഒരു ഒഫീഷ്യലാണ്, ഗോയിങ് വെയർ ആയിട്ട് കാഷ്വൽ ലുക്ക് ആണ്. നല്ല സ്റ്റൈലായിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫ്രീ സൈസിൽ അവരെ എല്ലാം ഇമ്പോർട്ടഡ് ആണ്. പിന്നെ അത് ഐഷുവിന്റെ സ്പെഷ്യൽ ഒരു എന്താ പറയാ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത ഒരു മിഡിയാണ്, പാച്ച് മിഡി വരുന്നത്. ടോപ്പ് ഏതാണ് ഐഷു പെയർ ചെയ്തത്? ഞാൻ ഇപ്പൊ ആക്ച്വലി ഇതിന്റെ തന്നെ വേറൊരെണ്ണം ഇതുണ്ടോ, ഈ ഒരു ബ്ലാക്ക് പാച്ചിന്റെ കൂടെ നമുക്ക് ഇതുപോലെ ഷോർട്ട് ഷർട്ട്സ് നല്ലതായിരിക്കും. ഇതുപോലെ ഷ്രിങ്കഡ് ആയിട്ടുള്ള ഷോർട്ട് ഷർട്ട്സ് നല്ല ഭംഗി ഉണ്ടായിരിക്കും. കണ്ടോ, ഇതൊക്കെ ഈ ഫ്ലോറിൽ നിന്ന് തന്നെ എടുത്ത് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തതാണ്. ആൻഡ് കണ്ടോ, ഇതുപോലെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഐഷു ഇപ്പൊ കാണിച്ച പോലെ. പിന്നെ അത് ഐഷു എടുത്തു വേറൊരു കൂട്ടം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളുടെ അധികം എവിടെയും നമ്മുടെ കേരളത്തിൽ അധികം എവിടെയും കാണാത്തൊരു പാറ്റേൺ ആണ്. ഇത് കണ്ടായിരുന്നു, പാർട്ടി വെയർ സ്കേർട്ട്. സ്ട്രെച്ചബിൾ ആണ്, സ്ട്രെച്ചബിൾ സാറ്റിനില് ഫുള്ളും സരോസ്കി സ്റ്റോൺസ് വരുന്ന പാർട്ടി വെയർ സ്കേർട്ട്. ഈ സ്കേർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ 1000 രൂപയുള്ളൂ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. 995 995 റേഞ്ച്. സ്കേർട്ട് വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചായിരുന്നു. നമുക്ക് ഇപ്പൊ അത്യാവശ്യം എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാണ് ടാങ്ക് ടോപ്സ് ഒക്കെ. അപ്പൊ അത് കുറച്ചുകൂടി എലവേറ്റ്, ടാങ്ക് ടോപ്സിന്റെ കൂടെ നിൽക്കും. ക്രോപ്സിന്റെ കൂടെ ഒക്കെ സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റുന്ന സ്കേർട്ട് കളക്ഷൻസ് ഉണ്ട്. ഇതിന്റെയൊക്കെ പല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയോ നിങ്ങൾ, ക്ലോസോ. ഇതുണ്ടോ, ബ്ലാക്ക്, ബേജ്, ബ്രൗൺ. കണ്ടോ, ഈ ബ്രൈഡ്സ് മെയ്ഡ്സ് ചർച്ച് വെയർ ഒക്കെ, ചർച്ച് വെഡിങ്സിനൊക്കെ ബ്രൈഡ്സ് മെയ്ഡ്സിന് നല്ലതായിരിക്കും കേട്ടോ. ഒരു മിഡ് റേഞ്ചിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഓർഗൻസ സ്കേർട്സ് ഇതുണ്ടോ, ഇതും ഇമ്പോർട്ടഡ് ഓർഗൻസ കൊണ്ട് ചെയ്തിരിക്കുന്ന സ്കേർട്ടുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഈ ഒരു വെസ്റ്റേൺ ഫ്ലോറിന്റെ സ്പെഷ്യാലിറ്റി ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും ഒന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത വേണമെന്ന്. അപ്പൊ കൊച്ചിയിലൊക്കെ വെസ്റ്റേൺ വിയേഴ്സ് കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഓരോന്നും വെറൈറ്റി ആണ്. ഇപ്പൊ മാം പുറത്തുനിന്ന് വന്ന് നമ്മളിപ്പം ഓരോരോ സീരീസിൽ ഇല്ലെങ്കിൽ ഓരോരോ എന്താ പറയണ്ടേ, ഈ പിൻട്രസ്റ്റിലും ഒക്കെ പുറം രാജ്യത്തുള്ള കുറെ സംഭവങ്ങൾ ഞാൻ ഇന്ത്യൻ മെയ്ഡ് ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് ആണ്. ഞാൻ തായ്ലൻഡ്, ബാങ്കോക്ക്, തായ്ലൻഡിൽ തന്നെ ബാങ്കോക്കും പിന്നെ ചൈന
ആൻഡ് കൊറിയൻ മെയ്ഡ് തുർക്കി. ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പോയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ഇത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ചൈനയുടെ ആണ്. ഇത് ഞാൻ ഡയറക്റ്റ് പോയി എടുത്തിട്ട് വന്ന സാധനമാണ്. അപ്പൊ ഫാബ്രിക് ക്വാളിറ്റി ഒക്കെ എക്സലന്റ് ആണ്. ഇത് തായ്ലൻഡ് ആണ്. അങ്ങനെ ഒന്നും ഇന്ത്യൻ മെയ്ഡ് ഇല്ല ഇവിടെ, എല്ലാം പുറത്തുനിന്ന് വരുന്ന സംഭവങ്ങളാണ്. അത് തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടോളൂ, നമുക്ക് എന്ത് കാണിക്കണം അറിയത്തില്ല, പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോ. ഷീർ ഷർട്ട്സ് വരുന്ന ഷീർ കവറേജ് വരുന്ന ഷർട്ട്സ് കളക്ഷൻസ് ഉണ്ട്, അത് നമുക്ക് ആക്ച്വലി ഇവിടെ കണ്ടിട്ടില്ല. ഐഷു കാണിച്ചു തരും കേട്ടോ. ഐഷു ഇത് കണ്ടോ, ഷീർ കവറേജ് വരുന്ന ഷർട്ട് കളക്ഷൻസ് ആണ്. ഇതുപോലെ ഷ്രിങ്കഡ് ആയിട്ടുള്ള ഷീർ കവറേജ് ആണ്. സോ അതിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇന്നേഴ്സ് എന്തെങ്കിലും ഇടണം. പക്ഷെ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട്. നമുക്ക് പൊതുവേ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഷർട്ട് ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വെസ്റ്റേൺ വിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തതല്ല. ആൻഡ് അതുപോലെ തന്നെ ഇത് കണ്ടോ, ടൈ ആൻഡ് ഡൈ ചെയ്തിട്ടുള്ള സ്ലീവ്ലെസ് ഫ്രോക്സ്, മാക്സി ഡ്രസ് പോലെയും ഫ്രോക്സും ഇന്നർ ഇട്ടും. അതായത് സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് സ്ലീവ്ലെസ് ആയിട്ട് വെക്കേഷൻ വൈബാണ്. അതെ, ഒരു ബീച്ച് വെയർ പോലെ ബീച്ച് വൈബാണ്. പിന്നെ സ്ലീവ് വേണം എന്നുള്ളവർക്ക് ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് വേണമെങ്കിൽ സ്റ്റൈലിംഗ് ചെയ്ത്. ഇതിന്റെ ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതെല്ലാം ഈ ഒരു സീരീസിൽ വരുന്ന ടൈ ആൻഡ് ഡൈ ടോപ്പുകളുടെ. അത് എന്ത് ഫാബ്രിക് എന്നറിയോ, എന്ത് നല്ല ഫാബ്രിക് ആണ്, ഭയങ്കര കംഫർട്ടാണ്. ആൻഡ് ഇത് കണ്ടോ, ഫ്രോക്സ്, ഇതും ഇമ്പോർട്ടഡ് ആണ്. ആരും എന്നോട് ഓൺലൈനിൽ ചോദിക്കരുതും, ഓൺലൈനിലേക്കുള്ള ഒരു വോളി ഇല്ല, ഷോപ്പിലേക്കുള്ളതാണ് കൊണ്ടുവന്നിക്കണം. പിന്നെ ഷർട്ട് ലൈക്ക് ടൈ ആൻഡ് ഡൈയിൽ തന്നെ വന്നിരിക്കുന്ന ഷർട്ട് ട്യൂണിക്സ്, നല്ല ക്യൂട്ട് ആയിട്ടില്ലേ ഇത്. അതെ, ഇത് കണ്ടോ, ഇത് സ്ലീവ്ലെസ് ടോപ്പും ഇന്നറും കൂടി വരുന്ന ഒരു പാറ്റേൺ കണ്ടോ. ഇതൊക്കെ ടീൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല. ഐഷു ഒരു ഡെനിമിന്റെ ഷോർട്ട് മീഡിയം ഉണ്ടായിരുന്നു അവിടെ, അതൊന്ന് എടുത്തിട്ട് വരുമോ. ഇത് കണ്ടോ, ഷർട്ട് ലൈക്ക് ട്യൂണിക്, ഐ മീൻ ടൈ ആൻഡ് ഡൈയിൽ. ഓ, ഇത് ഭയങ്കര രസമുള്ള കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കേപ്പാണ്. നമ്മളൊരു ഡെനിമിന്റെ കൂടെ ഡെനിമും ക്രോപ്പും വെയർ ചെയ്തിട്ട് അതിന്റെ പൊക്കത്തേക്ക് സ്റ്റൈലിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേപ്സ്. നിങ്ങൾ തന്നെ പറ, എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണോ? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരെണ്ണം തുടങ്ങുമ്പം സംതിങ് യൂണിക്ക് വേണം എന്നത്. ഇതെന്റെ ഫേവറേറ്റ് ആണ്. എനിക്കൊരു പെൺകുട്ടി ഉണ്ടായെങ്കിൽ ഉറപ്പായിട്ട് ഇടിച്ചേനെ, പക്ഷെ ഇല്ല. ഒരു ടീൻസ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ഡെനിം സ്കേർട്സ് അവൈലബിൾ ആണ്. ആൻഡ് സ്റ്റോൺ വാഷ് ടൈപ്പ് പാറ്റേണിൽ വരുന്ന ട്യൂണിക്സ് കണ്ടോ, ബ്യൂട്ടിഫുൾ ട്യൂണിക് ടോപ്സ് അവൈലബിൾ ആണ്. ബോഹോ സ്റ്റൈൽ ടോപ്സ്, ബൊഹേമിയൻ സ്റ്റൈലിൽ വരുന്ന ടോപ്പുകൾ ഭയങ്കര ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന. പിന്നെ ഇതേപോലെ ജോമെട്രിക്കലിൽ വരുന്ന ലോങ് മാക്സി കൈൻഡ് ഓഫ് ലോങ് ഗൗൺസ്. അങ്ങനെ ഓരോന്നിനും പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ പരസ്യം ഒന്നും വെസ്റ്റേണിന് വേണ്ടി കൊടുത്തിട്ടില്ല ഐഷു. നമ്മുടെ ഷോപ്പ് കാണാൻ വരുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് എല്ലാവരും ഭയങ്കര നല്ല റിവ്യൂ ആണ് പറയണത്. സോ ഇഹയുടെ കസ്റ്റമേഴ്സ് ഉറപ്പായിട്ടും വെസ്റ്റേൺ സെർച്ച് ചെയ്ത് നടക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്കുക. ആൻഡ് ഇത് കണ്ടായിരുന്നോ ഐഷു, സാറ്റിൻ ഷർട്ട്സ്. ഇത് ഓഫീസ് ഭയങ്കര കംഫർട്ടാണ്, ഇതിന്റെയൊക്കെ പിടിക്കാൻ ഭയങ്കര കംഫർട്ടാണ്. പുറത്തുനിന്ന് വരുന്നോണ്ടാണ്. ഈ കൊറിയൻ മെയ്ഡ് ഇപ്പം ഒരു ബേജ്, അതെ, കൊറിയൻ മെയ്ഡ് പാൻസിന്റെ കൂടെയൊക്കെ സ്റ്റൈലിംഗ് ചെയ്യാനൊക്കെ നല്ലതാണ്. കണ്ടോ, ഇങ്ങനെയുള്ള ക്രോപ്സും ക്രോപ്പ് ടോപ്സും ഷർട്ട്സ് ഒക്കെ ഒത്തിരി പറഞ്ഞ് തീരുന്നില്ല കളക്ഷൻസ്. ഇനി സീരീസ് ബൈ സീരീസ് ആയിട്ട് ഇടാം. ഇവരോ കൊറിയൻ ഡെനിമിന്റെ ഇതൊക്കെ പ്രൈസ് കണ്ടായിരുന്നോ, 995. ശരിക്കും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി ഷർട്ട്സ്. ഈ ഡെനിം ഷർട്ട്സ് ഒക്കെ 995 നമുക്ക് ഭയങ്കര പാടാകിട്ടും. അത് ഇമ്പോർട്ടഡ്. അതെ, ഇമ്പോർട്ടഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കളക്ഷൻസ് സെർച്ച് ചെയ്ത് നടക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഹാ ഡിസൈൻസിന്റെ 3rd ഫ്ലോർ വിസിറ്റ് ചെയ്യുക. അടിപൊളി വെസ്റ്റേൺ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ദേ ആളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരികയാണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എവറി പീസ് അടിപൊളി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരെണ്ണം ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ സംതിങ് യൂണിക്നെസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ മാക്സിമം എന്നെ കൊണ്ടാവുന്ന നല്ല നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ വന്ന് കണ്ടിട്ട് വേണം ഇതിനെ പറ്റിയുള്ള സജഷൻസ് പറയാൻ, റിവ്യൂസ് പറയാൻ. സോ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വരാൻ പറ്റാവുന്നവർ വന്നിട്ട് ഒന്ന് റിവ്യൂ പറയുക കേട്ടോ. താങ്ക് യു സോ മച്ച്.